അങ്ങനെ സംസ്ഥാന പോലീസിൽ സെൻകുമാർ എന്ന DGPയുടെ ഭരണം കഴിഞ്ഞു. പടിയിറങ്ങുമ്പോൾ കുറച്ച് സെൻ സൂക്തങ്ങൾ കേൾക്കാം. ഇത് കേട്ട് നന്നായാൽ പോലീസിന് കൊള്ളാം. മറ്റൊരു മനുഷ്യന്റെ വേദനയും പ്രയാസങ്ങളും കണ്ട് അതനുസരിച്ച് തീരുമാനമെടുക്കാനും നടപടികൾ എടുക്കാനുമുള്ള ഒരു ബോധം നമ്മൾ കാണിക്കേണ്ടതാണ്. എട്ടുനാടും കീർത്തിപ്പെട്ടോരംഗമാലി തലപ്പള്ളി ഇമ്പമോടെ വാണാരുളുങ്കി വാറുകി ചേന്തകതികതൈ ഇമ്പമോടെ വാണാരുളുങ്കി വാറുകി ചേന്തകതികതൈ. എമ്പതി കാണിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനും, അത് പോലീസിലല്ല മറ്റെവിടെയായാലും, യാതൊരു പ്രയോജനവും സമൂഹത്തിന് ചെയ്യില്ല. ഏറ്റവും പാവപ്പെട്ടവരോടും സ്ത്രീകളോടും കുട്ടികളോടുമുള്ള നമ്മുടെ സമീപനം ഏറ്റവും നന്നാകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും പോലീസിൽ ചേരുമ്പോൾ എടുത്ത ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ നമ്മൾ എപ്പോഴും ഓർക്കുക. അത് ഭരണഘടനയോടും രാജ്യത്തോടും കൂറ് പുലർത്തുമെന്നും യാതൊരു വിവേചനവുമില്ലാതെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നും ഉള്ള ഒരു പ്രതിജ്ഞയാണ്. ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്? പോലീസിനെ പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അല്ലെനിക്ക് പുത്തരിയല്ല, എല്ലാറ്റിനെയും തല്ലും. ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിശ്വാസങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടാകും. എന്നാൽ പോലീസിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ തികച്ചും പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി പാലിക്കേണ്ടത് നിയമം മാത്രമല്ല, നമ്മുടെ ധാർമ്മികമായ കടമ കൂടിയാണ്. അത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന അപൂർവം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്ന് എനിക്കറിയാം. മാധ്യമങ്ങളിലും എപ്പോഴും ശ്രദ്ധ നേടുന്ന പോലീസിലെ ക്രിമിനാലിറ്റിയെ പറ്റി. അപ്പൊ അത് കുറച്ചുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്, അത് CPO എന്ന ഒരു കമ്പാരിസൺ മാത്രമാണ്. CPOയുടെ നിലയിൽ 1% അങ്ങനെ ഒരു ക്രിമിനാലിറ്റി ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ റാങ്ക് അനുസരിച്ച് അത് വർദ്ധിക്കുകയും IPS തലത്തിലെത്തുമ്പോൾ വളരെ വർധനവ് 4-5% എത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത നിർഭാഗ്യകരമെന്ന് പറയട്ടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ രണ്ടാമത് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതിനു മുമ്പുണ്ടായിരുന്ന, എനിക്ക് ജോലി ചെയ്യാനുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരെ പോലെ തന്നെ ഏറ്റവും നല്ല സമീപനമാണ് എന്നോടുണ്ടായത്. സെൻകുമാറിനെ മാറ്റിയത് ജിഷ കൊല ചെയ്യപ്പെട്ടതുകൊണ്ടല്ല. പക്ഷേ സെൻകുമാർ DGP സ്ഥാനത്തിരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള എല്ലാ ചെയ്തികളും സമൂഹത്തിനാകെ ബോധ്യമാകുന്ന രീതിയിൽ തെളിയിക്കപ്പെട്ടും കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ക്രിമിനൽ സ്വഭാവമുള്ള ചില ഉദ്യോഗസ്ഥർ അതിനിടയിൽ ചില പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ സ്വതന്ത്രനാകുകയാണ്. സെൻകുമാർ ഇപ്പോൾ പിണറായി വിജയനൊക്കെ വലിയ ആളായി. ഇതൊരു മഹത്തായ ത്യാഗം വിളിക്കുന്ന കേരള സംസ്ഥാനത്തിന് വേണ്ടി. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എനിക്കറിയാം, ഈ കൈവിരലിൽ എണ്ണാവുന്നവരൊഴിച്ച് എല്ലാവരും എന്നോട് സ്നേഹവും എന്നോട് സൗഹൃദവും ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളിൽ സന്തോഷവും പ്രകടിപ്പിക്കുന്നവരാണ്. വലിയ മാന്യനാന്നാ പറയുന്നത്. കള്ളക്കേസ് എടുക്കാൻ പറഞ്ഞു സ്ഥാനാർത്ഥിയായ എൻ്റെ പേരിൽ. ഞാൻ ഇവിടുത്തെ MLA ആണ്. എപ്പോഴും എടുക്കാൻ വകുപ്പില്ലാന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ പറയാം, കസേര വേണോ അതോ FIR എടുക്കണോ? ഉള്ള FIR എടുത്ത പേര്. അതാണ് ഈ മനുഷ്യൻ. എല്ലാവർക്കും മാധ്യമ സുഹൃത്തുക്കൾ പലപ്പോഴും തെറ്റായ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പൊതുവെ എൻ്റെ നല്ല പ്രവർത്തനങ്ങളെ എടുത്തു കാണിച്ചവരാണ്. സാക്കളെ കേരള ഫയർഫോഴ്സിനും
ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആ ഗ്രഹണം കഴിഞ്ഞു. ഇനി പിണറായി എന്ന സൂര്യന് ചുറ്റും വീണ്ടും ലോക്നാഥ് ബെഹ്റയുടെ ഭ്രമണമാണ്. I am happy. DGP ആയിട്ട് പോസ്റ്റ് ചെയ്തു. I am very happy. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവ ലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ जिम्बा जिम्बा हो भल्ला भल्ला मल्लाईका दुड़जग दोगन्न गड़दट्ट गड़मंड माबूद भाषागी मार्जरा लेदंड മൾട്ടിപ്പിൾ ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ടാവും. ചിലത് കൂടുതൽ നന്നായിട്ട് ചെയ്യാമായിരുന്നു. എനിവേ ഐ എം ഹാപ്പി, ഐ എം സാറ്റിസ്ഫൈഡ് ആൻഡ് ബിക്കോസ് സോ മെനി തിങ്സ് കുഡ് ബി ഡൺ. ഉച്ചയ്ക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ പ്രാന്ത് പിടിക്കുന്ന നിഷ്കളങ്കനായ ജനപ്രതിനിധിയാണ് നമ്മുടെ PC ജോർജ്. അച്ചായനെ വിരട്ടാൻ വരുന്നവരെ തോക്കെടുത്ത് അച്ചായനും വിരട്ടി. ഒരു കണക്കിന് നന്നായി. തോക്കിന് പകരം PC നാക്കെടുത്തിരുന്നെങ്കിൽ തെറികേട്ട് നാട്ടുകാർ വലഞ്ഞേനെ. ഇത് വല്ലതും പൊട്ടോടാവേ? പൊട്ടോന്നോ? അങ്ങനെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അത് തിരയൊക്കെ നിറച്ചിട്ടുണ്ട്. ചൂണ്ടി കാഞ്ചി കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരിക്കലും ഈ ഫിഗറിൽ വിരലമർത്തിക്കൊണ്ട് വിരൽ വെച്ചുകൊണ്ട് പോകാം. ഇവിടെയേ പിടിക്കാവൂ. അത് വളരെ ശ്രദ്ധിക്കണം. നീ വേണ്ട വാഴയുടെ കൂമ്പയിലോട്ട് നോക്കിക്കോ. നിന്റെ കൂമ്പല്ലടാ, വാഴയുടെ കൂമ്പ്. ഇപ്പൊ വെടി വെച്ച് മരത്തുനിന്ന് കണ്ടോളാം. എനിക്കിത് കാണാൻ വയ്യേ. അപ്പന്റെ കൂമ്പനിട്ടായിരുന്നോ തേണ്ടി? നമ്മൾ തോക്ക് എടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഡയറക്റ്റ് വെടി വെക്കാനേ പാടില്ല. കാരണം ഇതെവിടെ ചെല്ലുന്ന ആർക്കുമല്ല. ഒരിക്കലും നമ്മൾ ഒരു തട കാണാതെ വെടിവെക്കാൻ പാടില്ല. ഏത് മനുഷ്യനും അരിശം ഉണ്ടാവും. എനിക്കും അരിശമുണ്ട്, നിങ്ങൾക്കും അരിശമുണ്ടാവും. ഒരു അരിശത്തിന് കിടത്തി ചാടിയാൽ 100 അരിശം വന്നാലും കരയ്ക്ക് കയറിയാൽ. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായി അത് സൂക്ഷിക്കേണ്ടതാണ്. പീതാംബരൻ സാറ് ഇവര് പ്രാന്താണ്. ഉണ്ടകളൊന്നും കൊണ്ടില്ലേ? പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. അപ്പോൾ അമ്മയുടെ കുഞ്ഞമ്മയായി നിൽക്കുന്ന ചലച്ചിത്ര മേഖലയിലെ വനിതാ കൂട്ടായ്മയുടെ ഒരു ഗതി ഓർത്ത് ഇന്നത്തേക്ക് വിടാം. അടുത്തയാഴ്ച വീണ്ടും കാണാം. നല്ല നമസ്കാരം.